ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടും എന്തുകൊണ്ടായിരിക്കും ഈ അറ്റ്ലസിന് മതി എന്ന് തീരുമാനിക്കേണ്ട ഒരു റീസൺ എന്തായിരുന്നു? അല്ല, ഞാൻ എപ്പോഴും ഈ പീപ്പിൾ ആളാണ് ഞാൻ ശരിക്കും. അപ്പൊ നമ്മൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. അതായത് എനിക്ക് വേണ്ടപ്പെട്ടവര് എനിക്ക് തരുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ആ ഫീഡ്ബാക്ക് എനിക്ക് എന്താ പറയാ, അത് ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ആ വീട് പണി തുടങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളെ പറ്റി നമുക്ക് ചിലപ്പം കല്ലെവിടുന്ന് എടുക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്പൊ നോക്കി തുടങ്ങുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് തുടങ്ങുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നാണ് അത് എന്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. അപ്പൊ ഞാൻ പറയുമ്പോ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ? 2.5 കൊല്ലം ഇപ്പുറമാണ് ഞാൻ പറയുന്നത്. അതെ, സാറിന്റെ സംസാരത്തിൽ ആ ഒരു തൃപ്തി തീർച്ചയായിട്ടും കാണാനുണ്ട്. അപ്പൊ സാർ ഇപ്പൊ 2.5 വർഷം കഴിഞ്ഞിട്ടും സാറിന് അതിൽ ഹാപ്പിനെസ് ആന്ന് പറഞ്ഞാല് 2.5 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ ഇന്റീരിയേഴ്സ് ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല എന്നുള്ളതും കൂടെയാണ്. കാരണം ഇന്ന് ഓരോ 6 മാസം കഴിയുമ്പോഴും ട്രെൻഡ് മാറുവാണ് ഇന്റീരിയേഴ്സ്. ആൾക്കാർ അത്രയും ഡിസൈൻസ് പുതിയത് കാണുവാണ്. അപ്പൊ ട്രെൻഡി ആയിട്ടിരിക്കുക, എന്റെ വീട് ഇപ്പോഴും ലൈവ് ആണെന്ന് തോന്നുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര നല്ല കാര്യം തന്നെയാണ്. അപ്പൊ ആ ഹാപ്പിനെസ് സാറിന്റെ സംസാരത്തിലുണ്ട്.